അതായത് അടുത്ത സെൻട്രൽ കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി സാധാരണ 3 മാസം കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. അതായത് ഇപ്പോ നമ്മൾ മെയ് അവസാനമായി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അവസാനം നടക്കേണ്ട കേന്ദ്ര കമ്മിറ്റി അത് പുറകോട്ട് അത് കുറച്ചുകൂടി അടുപ്പിച്ചു ജൂലൈ മധ്യത്തോടെ നടക്കുകയാണ്. അപ്പൊ എന്തോ ഒരു അർജൻസി, ഈ കാര്യങ്ങളെല്ലാം നീട്ടിവെച്ച് പതിവ് പോലെ നീട്ടിവെച്ച് സെൻട്രൽ കമ്മിറ്റിക്കും ഒക്കെ നീട്ടിപ്പോകാതെ ഉള്ള അതിനോടുള്ള ഒരു ജാഗ്രത, അതിൻ്റെ ഒരു അർജൻസി, എന്താ പറയുന്നത്, ഒരു തിടുക്കം, ഒരു വളരെ ആഹ്ലാദകരമായ ഒരു തിടുക്കം പാർട്ടി ഇല്ലെങ്കിൽ അതിവേഗം പാർട്ടിയിൽ ഇപ്പൊ പാർട്ടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ചെറിയ പാർട്ടിക്കൊരു നിലപാടില്ല ഇപ്പോഴത്തെ കാര്യങ്ങളെ പറ്റി. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ പരാജയത്തിന് ശേഷം നിരവധി കാര്യങ്ങൾ പാർട്ടിക്ക് ഇതിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു കമ്മിറ്റിയിൽ, ഒരു ഏരിയ കമ്മിറ്റിയിൽ ശിവൻകുട്ടി സഖാവിനെ തോൽപ്പിക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ പണം മേടിച്ചു എന്ന് ഏരിയ കമ്മിറ്റിയിൽ അത് BJP ജയിക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ, ശരിയോ തെറ്റോ, അത് ചിലപ്പോൾ CPM വിരുദ്ധ മാധ്യമങ്ങൾ അത് എന്തെങ്കിലും പെരുപ്പിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ മായം ചേർക്കുന്നു. പക്ഷെ എങ്കിൽ പോലും കേരളത്തിൽ ഇന്ന് CPM-ന്റെ ഇതിനോടൊക്കെയുള്ള സമീപനം എന്താണെന്നുള്ളത് ഇല്ല. ഒരാഴ്ചയെ പാർട്ടി എന്താ പറയണ്ടേ, ഒരു ഫ്രിഡ്ജിലാണ്. നിങ്ങൾക്ക് എന്താണ് താങ്കളുടെ ഈ പരാജയത്തെ പറ്റിയുള്ള പരിശോധന നടക്കുമ്പോഴും പാർട്ടിക്ക് ഒരു അടിയന്തരമായ ഇതിന് മറുപടികൾ വേണ്ടേ? അത് ഒരു പാർട്ടി അംഗത്തിനും അറിയില്ല എന്ത് പറയണം ഈ തോൽവിയെ പറ്റി ഔദ്യോഗികമായി. കാരണം ഇതല്ലേ സർ, മറ്റാരുണ്ടോ എന്ന് ചോദിച്ചിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് അറഗന്റ് ആയിട്ട് ഇരുന്ന പാർട്ടിക്കാരോട് ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ വീട്ടിലിരിക്കൂ എന്ന് പറഞ്ഞതിന്റെ ഷോക്ക് ഒരു 2 ഉള്ളൂ. ആ ഷോക്ക് അവർക്കൊന്നും മാറിയിട്ടില്ല. അതായത് മാത്രമല്ല, നേതാക്കൾക്ക് പ്രസ്താവനയില്ല, ക്യാപ്സ്യൂളുകളില്ല. ഇപ്പൊ ഈ സൈബർ പോരാളികൾ ഇപ്പോൾ വായിൽ തോന്നിയത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മമ്മൂട്ടി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു തോൽവിക്ക് ശേഷം അതിന്റെ വിലയിരുത്തൽ വരെ ഇത്തരത്തിൽ നാഥനില്ല കളരി പോലത്തെ ഒരു പാർട്ടി ഞാൻ കണ്ടിട്ടില്ല. ചെറിയ സത്യം, പല പരാജയങ്ങളുടെയും എങ്ങനെയാണ് ഈ പരാജയത്തെ നേരിടേണ്ടത്, ആത്മവിശ്വാസം, ആത്മവീര്യം എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ CPM അനുഭാവിയുടെ നിലനിർത്തേണ്ടതെന്ന് പോലും അറിയാത്ത സംസ്ഥാന നേതൃത്വമാണ് കേരളത്തിൽ. ഇത് ഏറ്റവും പ്രകടമായത് ആ കൊച്ചിക്കടുത്തുള്ള ഒരു ദളിത് കോളനി എവിക്ട് ചെയ്യാൻ വേണ്ടി പോലീസ് 15ാമത്തെ പ്രാവശ്യം പോയപ്പോൾ അവിടെ മന്ത്രിമാരൊക്കെ പോയി, പഴയ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയൊക്കെ പോയി എന്തൊക്കെയാണ് പറയുന്നത് സർ ഇപ്പൊ? അത് അതുമാത്രമല്ല, താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM നേതാക്കളുടെ പ്രതികരണം കേട്ടുകൊള്ളൂ. ഞാനിപ്പോ ഏറ്റവും ഒടുവിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന സഖാവ് K. രാധാകൃഷ്ണന്റെ പ്രതികരണം കണ്ടു. അതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ കഴിയും. ജനങ്ങൾ മാറണമെന്ന് ആഗ്രഹിച്ചു, അതിൽ നമ്മളുടെ തെറ്റുകളുമുണ്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ജനാധിപത്യം ആദ്യമായി ആസ്വദിക്കുന്ന ഒരു പാർട്ടി അണികളുടെയും പിന്നെ അതിന്റെ ഫലമായി ഏറ്റവും വൃത്തികെട്ട കീടങ്ങളുടെയും സൈബർ അല്ലാണ് വെറും വൃത്തികെട്ട രീതിയിൽ ഇപ്പോഴും ഒരു തോൽവിയും പറ്റാത്ത പോലെ ആളുകളെ സതീശനെ ചീത്ത പറഞ്ഞും അല്ലെങ്കിൽ പരിഹസിച്ചും മലന്ന് കിടന്ന് തുപ്പുക എന്ന് പറയില്ലേ നമ്മള്. ഈ പരാജയത്തിന് എന്തെല്ലാം കാരണങ്ങളായിരുന്നു, ആ കാരണങ്ങളുടെ തനി ആവർത്തനം ഈ സൈബർ പോരാളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണിത് കാണിക്കുന്നത്? അപ്പൊ ഈ പാർട്ടിയുടെ വലിയ ഇരുമ്പ് വാർത്ത ചട്ടക്കൂട് ഇത്രയേ ഉള്ളൂ. സംസ്ഥാനത്ത് ആർക്കും എന്തും പറയാം, മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. പഴയ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ, സ്റ്റാലിൻ നെഞ്ചിൽ കൈവച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാർട്ടി. ഇവിടുത്തെ മുഖ്യമന്ത്രിയോ ഗോവിന്ദൻ മാസ്റ്ററോ അത് പോയിട്ട് എന്തെല്ലാമാണ് പറയുന്നത്. ഇപ്പൊ ഒരു കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു വരിയുണ്ട്, ഹിന്ദുക്കളും അവരുടെ മതത്തെ പറ്റി മാത്രം ചിന്തിച്ചു തുടങ്ങി. എന്തൊരു ആഭാസമാണത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുകയാണ്, ഒരു സാധാരണ പത്രവായനക്കാരനെ പോലെ ഹിന്ദുക്കളും ചിന്തിച്ചു തുടങ്ങി അവരവരുടെ മതത്തെ പറ്റി എന്ന് ആശ്ചര്യം കൊള്ളുന്ന ഒരു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിലൊരു നിരീക്ഷണം, ഇത്തരത്തിലുള്ള എന്താണ് സംഭവിക്കുന്നത്?
അപ്പൊ ഇത്രയും ഇവരുടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് താങ്കളോട് പറയാറുണ്ട്, മാർക്സിസം അല്ല, ലെനിനിസം അല്ല, പാർട്ടിയിസം മാത്രമാണ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല, ഇതൊരു തരം ഗാങ്സ്റ്റേഴ്സ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അല്ല, അതല്ല പാർട്ടിയിസം, അതായത് കൂറ്. നമുക്ക് വേറെ രാഷ്ട്രീയമൊന്നും വേണ്ട. ഗ്യാങ് അന്ന് മാത്രമേ ഉള്ളൂ. ഗ്യാങ് അല്ല, വലിയ ഗ്യാങ് എന്ന് പറഞ്ഞാൽ എണ്ണം കുറവാണ്. ഇതങ്ങനെയല്ല, ഇത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. താങ്കൾക്കത് ഗ്യാങ് അല്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പാർട്ടിയിലെ ആളുകൾക്ക് അറിയാം, താങ്കൾക്ക് അറിയാൻ കഴിയില്ല. ഒരിക്കലും പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമില്ലാത്ത താങ്കൾക്ക് അതിന്റെ ശക്തി, അതിന്റെ അധികാര സ്രോതസ് ഉണ്ട്. അവർ പാർട്ടി ജില്ലാ സെക്രട്ടറി കണ്ണൂര് പറയുകയാണ്, ഹിന്ദുക്കളും ചിന്തിച്ചു തുടങ്ങി അവരവരുടെ മതം. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഒരു വീട്ടമ്മ പോലും പറയില്ലല്ലോ ചെറിയാൻ. കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ, ഒരു വീട്ടമ്മ പറയില്ല, ഒരു രാഷ്ട്രീയത്തിലും പങ്കെടുക്കാതെയുള്ള വീട്ടമ്മ പോലും ഇത്തരത്തിലുള്ള ഒരു ആശ്ചര്യം തൂകലുണ്ടാവില്ല. ഇതാണ് സ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി. ഈ സ്ഥിതിക്ക് അതിവേഗം പരിഹാരം കാണണമെന്ന് സെൻട്രൽ കമ്മിറ്റിക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സെൻട്രൽ കമ്മിറ്റി മുന്നോട്ട് ജൂലൈയിലേക്ക് ആക്കിയിരിക്കുന്നത്. അതിൽ പ്രത്യേകം ബേബി പറയുന്നത് സാധാരണ സംഭവമാണ്. തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉണ്ടാവും, ബേബി ഉണ്ടാവും. പിന്നെ വരുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരാണെന്ന് പാർട്ടി കേന്ദ്രമാണ് തീരുമാനിക്കുക. അത് ഒരുപക്ഷെ നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും. ഈ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും PB അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതും വളരെ പ്രധാനമാണ്. അതുണ്ട്, പതിവുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, തമിഴ്നാട്ടിലും പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ ഈ പ്രതിസന്ധി എങ്ങനെ ഒതുക്കി തീർക്കാമെന്ന് ശ്രമിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ താങ്കൾ പറഞ്ഞുകൊണ്ട് പറയേണ്ടത്, താങ്കൾക്ക് പാർട്ടി സ്ട്രക്ചറിന്റെ ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻസ് അതിന്റെ അന്തസ്സത്ത ഒരു റിപ്പോർട്ടായി സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇത്തവണ പിണറായി വിജയൻ, ഗോവിന്ദൻ മാസ്റ്റർ, പിണറായിക്ക് ചുറ്റുമുള്ള വിജയരാഘവൻ, ബാലൻ, ബ്രിട്ടാസ്, PM മനോജ്, ഇങ്ങനെ ഒരു സംഘം ആളുകൾ രാഷ്ട്രീയമായിട്ടും, റഹീം, രാജ്യസഭ, ഇവരൊന്നും ഇവരൊക്കെ കൂടിയുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട്, ഒരു ആവാസ വ്യവസ്ഥ, ഭരണ രാഷ്ട്രീയ ആവാസ വ്യവസ്ഥ. അതാണ് ഈ പാർട്ടിയുടെ പരാജയത്തിന്റെ മൂലക്കാരൻ. അരാഷ്ട്രീയമായ ഈ റിപ്പോർട്ട് സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നത് ഇവർ തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ മാത്രമല്ലല്ലോ പാർട്ടി, അവർ മാത്രമല്ലല്ലോ ഈ കമ്മിറ്റികൾ പോലും. ഈ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പിണറായിയുടെ ഭക്തന്മാരുടെ ഭൂരിപക്ഷം ഉണ്ടാവാം, സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടാവാം. പക്ഷെ അവർക്ക് പോലും ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. കേന്ദ്ര പാർട്ടിയുടെ മുമ്പിൽ പഴയ ഇതേ പറഞ്ഞു വന്ന കാര്യങ്ങൾ മാത്രം കോൺഗ്രസിന് വിമർശിച്ചുകൊണ്ട്, സതീശന്റെ അദാനി ബന്ധം പറഞ്ഞുകൊണ്ട്, മറ്റുള്ള സാധാരണ രാഷ്ട്രീയ ഈ പാർട്ടീസം മാത്രം പഠിച്ചിട്ടുള്ള അണികളെ അത് തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല അവർ വിചാരിച്ചാലും. കാരണം ഇത്തവണ പാർട്ടി ഒരു ആത്മവിമർശനം അല്ലെങ്കിൽ സ്വയം വിമർശനം പാർട്ടി ഭാഷയിൽ അത് നടത്തിയില്ലെങ്കിൽ പിന്നെ പാർട്ടി തകർന്നു എന്ന് നിങ്ങൾക്ക് പറയാം. ഇതിന്റെ ജീവൻ പോലും നിൽക്കുന്നത് എത്രമാത്രം സ്വയം വിമർശനപരമായിട്ടാണ്. അത് ബേബി സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നേതാക്കളെ മാറ്റുകയല്ല, നേതാക്കളെ റീപ്ലേസ് ചെയ്യുകയില്ല, അവർക്ക് പകരം ആള് കണ്ടെത്തുകയില്ല, ആ നേതാക്കന്മാരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുകയാണ്. അതത്ര എളുപ്പമല്ല. ചെറിയ പിണറായി വിജയനെ കൊണ്ടും AK ബാലനെ കൊണ്ടും വിജയരാഘവനെ കൊണ്ടും ഒക്കെ ഇതുവരെ പറഞ്ഞിരുന്നതിൽ നിന്ന്, അവർ ചിന്തിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിപ്പിക്കാൻ കഴിയും എന്നാണ് പാർട്ടിയുടെ ഒരു വിശ്വാസം. അത് എനിക്കത്ര വിശ്വാസമായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർ സ്വയം വിമർശനം നടത്തണം. പിണറായി വിജയൻ, വിജയരാഘവൻ, ബാലൻ തുടങ്ങിയവർ ഞങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് സ്വയം വിമർശനം നടത്തിയാൽ അവർക്ക് തുടരുന്നതിന് എന്തെങ്കിലും ഒരു മാന്യതയും യോഗ്യതയും ഉണ്ട്. ഇല്ലെങ്കിൽ അവർ പാർട്ടിയുടെ അന്ത്യകൂദാശയ്ക്ക് അവർ നേതൃത്വം വഹിക്കുക. അതാണ് എന്റെ ഒരു വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു പേടിയും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അല്ല, അത് മാത്രമല്ല, ചെറിയ വേറൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ? ഇപ്പൊ ഈ പത്രങ്ങളിൽ വരുന്ന കമ്മിറ്റികളുടെ ചർച്ചയുടെ സ്വഭാവം താങ്കൾ സംസാരിച്ചോ? നമ്മൾ മാധ്യമങ്ങളും ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ വളരെ കാലമായി 10 കൊല്ലമായി പിണറായി വിജയനെയും വിജയരാഘവനെയും
AK ബാലനെയും ഒക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനപ്പുറം പാർട്ടിക്കൊന്നും പറയുന്നില്ല. അതായത് പാർട്ടിയിലെ രാഷ്ട്രീയ വിദ്യാഭ്യാസം വളരെ കുറവാണ്. ബൂർഷ്വാ മാധ്യമങ്ങൾ എന്തു പറഞ്ഞോ പാർട്ടിക്കും സർക്കാരിനുമെതിരെ പിണറായിക്ക്, അത് തന്നെ പറയാനുള്ള കഴിവേ പാർട്ടി അംഗങ്ങൾക്ക് ഇന്നുള്ളൂ. ഇതിനകത്തുള്ള യാതൊരു ആശയപരമായ രാഷ്ട്രീയമായ വിമർശനത്തിന്റെ ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. തനി തറ കൊച്ചു വർത്തമാനം എന്ന് പറയില്ല നമ്മള്, പിണറായിയുടെ മോളുടെ കാര്യം, അല്ലെങ്കിൽ വിജയരാഘവൻ മുതലാളിമാരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, ഇത് പറയാനാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഡർ പാർട്ടി വിദ്യാഭ്യാസവും ഒക്കെ മാർക്സിസവും ഒക്കെ പഠിപ്പിച്ചു എന്ന് പറയുന്നത്? അപ്പൊ അതിന്റെ ആഴത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം, പാർട്ടിയിസം, പാർലമെന്ററിസം, രണ്ട് കാര്യങ്ങൾ. പാർട്ടിയിസം, പാർട്ടിയോട് കൂറ് പുലർത്തി പാർട്ടിയുടെ ശത്രുക്കളെ ചീത്ത പറഞ്ഞാൽ ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റായി. രണ്ട്, പാർലമെന്ററിസം ഈ അധികാരത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വണങ്ങലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം. ഇത് രണ്ടും പൊളിച്ചെഴുതാതെ, അതിൽ ബേബി ഒരു വാക്ക് പറയുന്നുണ്ട്, അടിമുടി, ടോപ്പ് ടു ബോട്ടം. ഇംഗ്ലീഷിലാവുമ്പോൾ ടോപ്പ് ടു ബോട്ടം, മലയാളത്തിലാവുമ്പോൾ അടിമുടി. അപ്പോ അത് ഞാൻ പറയുന്നത്, മുകളിൽ നിന്ന് ചോട്ടിലേക്ക് ഈ സ്വയം വിമർശനം നടത്തി സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഈ പാർട്ടിയുടെ പരാജയത്തിൽ ഞങ്ങളായിരുന്നു ഉത്തരവാദി, നിങ്ങളുടെ മൗനം കൊണ്ട് ഉത്തരവാദി, ഞങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ അംഗീകരിച്ചത് നിങ്ങളും ഉത്തരവാദി എന്ന മനസ്ഥിതിയിൽ പാർട്ടി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇത് വീണ്ടും വളരെ 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 പരിതാപകരം. അത് വളരെ പരിതാപകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബംഗാൾ തിരുവരൽ മോഡലിലേക്ക് പോകാതിരിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രോസസ് ഒരു സാമ്യമുണ്ട്. ചെറിയ പണ്ട് 3 BJPക്ക് ഒരു 3 സീറ്റ് ഉണ്ടായിട്ടുന്നിടത്തല്ലേ ബംഗാളിൽ നിന്ന് മാറിയത്. BJPക്ക് 3 സീറ്റ് ഉള്ളപ്പോഴല്ലേ CPM ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, അവിടെ നിന്നാണ് 33. അപ്പൊ കേരളത്തിന്റെ സ്ഥിതി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മുഖ്യ പ്രതിപക്ഷമാവാൻ BJPയെ CPM അനുവദിക്കുന്നു. അത് നിർണായകമായ ഓരോ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ അനുഭാവിയും സ്വയം ചോദിക്കേണ്ട ആത്മവഞ്ചനയും പാർട്ടി വഞ്ചനയും ജനവഞ്ചനയ്ക്കും മുതലരുത്. എന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് കേരളത്തിൽ വീണ്ടും തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തൊരു കേരളം, അതില്ലാത്തൊരു താങ്കൾ പറഞ്ഞതാണ് ഗൗരവതരമായ സംഗതി, പോയിന്റ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുഭാവികളും പാർട്ടി അംഗങ്ങളും എനിക്ക് തോന്നുന്നത് ഗൗരവതരമായി എടുക്കുമെന്ന് കരുതട്ടെ. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.